देवी देवी महादेवी देवी देवी मंचाकुल धर्मंच अंश पालय 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 देवी कुल धर्मंच. പ്രിയ ഭക്തജനങ്ങളെ നമസ്കാരം. ചോപ്പറമ്പ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വൈദിക വിചാര സദസ്സിന്റെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവീശരണം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള ജെ നന്ദകുമാർ ഏട്ടനെ ആദരപൂർവം വന്ദേ ഗുരുപദദ്വന്ദ്വം വാങ്മന സഗോചരം രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹത്. ഓം തത്സത്. ആരാധ്യനായ അധ്യക്ഷൻ ക്ഷേത്ര സമിതി അധ്യക്ഷൻ കൂടിയായ ശ്രീ വേണുഗോപാൽ ജി, സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണി, രാജീവ് ജി, സുന്ദരൻ, സ്വാഗതം ആശംസിച്ച ദേവകുമാർ, കൃതജ്ഞത പറയാൻ പോകുന്ന അഖിൽ, ഇവിടെ ഇന്ന് ഇത്തരമൊരു കാലാവസ്ഥയിലും ഈ പവിത്രമായ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള അമ്മയുടെ ശ്രീ കുറുമ്പയുടെ വാത്സല്യ നിധികളായ മക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ ഒപ്പുകയും. ഈ വൈദിക വിചാര സദസ്സ് 16ാമത്തെ സദസ്സാണ്, അല്ലെങ്കിൽ സമ്മേളനമാണ് നമ്മൾ നടത്തുന്നത്. ഇതിനോടകം, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം ഇല്ലാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ചുരുങ്ങിയത് 3ാമത്തെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ 4ാമത്തേതോ ആയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ചുവപ്പറമ്പിലെ ഈ മഹത്തരമായ കാര്യക്രമം, പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇവിടെ വന്നു തുടങ്ങിയിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ ആരംഭ വർഷം മുതലേ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ വരുമ്പോൾ ലഭിച്ചിരുന്ന വിഷയത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു വിഷയമാണ് ഈ തവണത്തെ ആഘോഷ സമിതി എനിക്ക് നൽകിയിരിക്കുന്നത്. ഉദയൻ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ചില തെറ്റിദ്ധാരണകൾ. ലോകത്തുള്ള എല്ലാ വിഷയവും അറിയാവുന്ന ഒരു വിദ്വാനാണ് ഇയാൾ എന്ന മട്ടിലാണ് പരിചയപ്പെടുത്തിയത്. ആ ഒരു ധാരണാപിശക് കൊണ്ടായിരിക്കാം എന്നോട് പറയാതെ തന്നെ ഒരു വിഷയം എനിക്ക് തന്നിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവരവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. അത് കിട്ടിയാൽ കൂടുതൽ സന്തോഷകരമായി, ആശ്വാസകരമായി നിങ്ങൾക്കും എനിക്കും സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇത് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. ഞാൻ അതിന്റെ ഉത്തരവാദികൾ എന്നെ കേൾക്കുന്നവരിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടി സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിത് പറയുകയാണ്. മേലിലും ആരെയും ഇത്തരത്തിലുള്ള വൈതരണിയിൽ കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇരിക്കട്ടെ, അറിയാവുന്ന ചില വസ്തുതകൾ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ, ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 8 മണിക്കെങ്കിലും ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ എനിക്ക് 10 മണിക്കുള്ള വിമാനം പിടിച്ചെന്റെ ആസ്ഥാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതും 2:15-2:30 ആവും രാത്രി ഡൽഹിയിൽ എത്തിച്ചേരുമ്പോൾ. ഡൽഹിയിൽ തണുപ്പ് കലശലാണ്. അപ്പൊ അതിനിടയിൽ പോയി ഇറങ്ങണം. പിന്നെ എന്തിനാണ് താൻ ഇങ്ങോട്ട് വന്നത് എന്നൊന്നും ചോദിക്കരുത്. അത് എന്റെ ഒരു കടമ ഇവിടെ വരിക എന്നത്, അമ്മയുടെ അനുഗ്രഹം നേടുക എന്നത്, ഇവിടെയുള്ള സഹപ്രവർത്തകരെ കാണുക എന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ തന്നേക്കാം എന്ന ഒരു അമിത വിശ്വാസത്തോടെയുമല്ല, നിങ്ങളെയൊക്കെ കാണാനാണ് വന്നത്. ഒരു 3 വർഷം മുമ്പ് എതിർച്ചയ എനിക്ക് ഐസർ എന്ന് പറയുന്നതായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച്, ഐസർ, അതൊരു അന്താരാഷ്ട്ര മാനമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് മിടുക്കരും മിടുക്കികളുമായ ആരെങ്കിലുമൊക്കെ പൂനെയിലോ ഡൽഹിയിലോ മദ്രാസിയിലോ ഒക്കെയുള്ള, തിരുവനന്തപുരത്തൊക്കെയുള്ള ഐസറിൽ പഠിക്കുന്നുണ്ടാവും.
സയൻസിന്റെയും ടെക്നോളജിയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാരോ സാങ്കേതിക വിദഗ്ധരോ നാടിന്റെ ഭാവിയെ കരുപ്പിടിപ്പിക്കുവാനുള്ള വ്യക്തിത്വങ്ങളോ ആക്കി വാർത്തെടുക്കുന്ന മഹാസ്ഥാപനങ്ങളാണ് അവയൊക്കെ. അങ്ങനെയുള്ള ഒരു ഐസർ സ്ഥാപനത്തിന്റെ ഗൈഡ് ബുക്ക് കാണാൻ ഇടയായി. ഗൈഡ് ബുക്ക് എന്ന് പറയുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഗൈഡ്സ് അല്ലെങ്കിൽ ലെക്ചറേഴ്സ് അവർക്ക് ഉള്ള ഗൈഡ് ബുക്കാണ്. ഈ വിഷയങ്ങളിൽ അല്പം താല്പര്യമുള്ളത് കൊണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് താല്പര്യമുണ്ട്, രുചിയുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ഒരു അധ്യായം വളരെയേറെ എന്റെ മനസ്സിൽ ആഹ്ലാദവും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് നാടിന്റെ ശാസ്ത്ര സാങ്കേതിക വാസ്തു വിദ്യാ മഹത്വത്തിന്റെ ചരിത്രം എന്നാണ് പാഠഭാഗത്തിന്റെ ഇംഗ്ലീഷിലുള്ള ടൈറ്റിലിന്റെ മേൽക്കുറിയുടെ മലയാളം. നമ്മുടെ നാടിന്റെ ശാസ്ത്ര സാങ്കേതിക വിശേഷിച്ചു വാസ്തുവിദ്യാ മഹത്വത്തിന്റെ ചരിത്രം എന്നും എപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വന്നല്ലോ എന്ന ചിന്തയായിരുന്നു അത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു വലിയ ശാസ്ത്ര പാരമ്പര്യമുണ്ട്, അതാരും നിഷേധിക്കുന്ന ഒന്നല്ല. ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലെ ചില കപട വിപ്ലവകാരികൾ ഒഴികെ, ഞാനിവിടെ രാഷ്ട്രീയം പറയാനൊന്നും വന്നതല്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ അറിയാതെ ഈ നാടിനോടുള്ള ചിലരുടെ വിരോധം കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ക്ഷമിക്കുക. ഈ കപട മതേതര പുരോഗമനവാദികളെന്ന് സ്വയം നടിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്ന ചിലരൊഴികെ ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് ഭാരതത്തിനൊരു മഹത്തരമായ ശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അത് നമ്മുടെ വർത്തമാനകാല മുഖ്യധാര പാഠ്യഭാഗങ്ങളിൽ ഉൾപ്പെട്ട് കാണാത്തതിൽ നമുക്ക് എല്ലാവർക്കും വിഷമവുമുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ വന്നതിന് ശേഷം പതിയെ നമ്മുടെ സിലബസ് ഒക്കെ നിർമ്മിക്കും. സിലബസിന് മുമ്പാകെ നിർമ്മിക്കേണ്ട കരിക്കുലം ഫ്രെയിംവർക്ക് നയത്തിന്റെ അടിസ്ഥാനത്തിൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കരിക്കുലം ഫ്രെയിംവർക്കിന്റെ രൂപീകരണം നടക്കുകയാണ്. അതിനുശേഷം പാഠഭാഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടും എന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ്. അവരുടെ മുമ്പാകെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ ചരിത്രം പഠിപ്പിക്കുക. നമ്മുടെ ആയുർവേദത്തിന്റെ, നമ്മുടെ ഊർജതന്ത്രത്തിന്റെ, നമ്മുടെ നാടിന്റെ രസതന്ത്രത്തിന്റെ ചരിത്രം കൂടി കുട്ടികളെ പഠിപ്പിച്ചാൽ നല്ലത്. അപ്പോ അതനുസരിച്ചുള്ളൊരു പാഠഭാഗമാണല്ലോ എന്ന് മനസ്സിൽ വലിയ സന്തോഷം തോന്നി. വിശേഷിച്ച് വാസ്തുവിദ്യ പോലെയുള്ള, വാസ്തുശാസ്ത്രം പോലെയുള്ള മഹത്തരമായ വിദ്യയുടെ ചരിത്രം, ഭാരതത്തിന്റെ ചരിത്രം, എഞ്ചിനീയറിംഗിന്റെയും ടെക്നോളജിയുടെയും ഒക്കെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുമല്ലോ എന്ന സന്തോഷം, അതിലൊരു അഭിമാനത്തോടെ അത് വായിക്കാൻ തുടങ്ങി. മറ്റേതെല്ലാം ഇങ്ങനെ മറിച്ചു കളയായിരിക്കും. ഇതിങ്ങനെ വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. രണ്ടാമത്തെ വരിയിൽ തന്നെ എഴുതിയിരിക്കുകയാണ്, അതായത് ഗൈഡ്സ്, ഞാൻ പറഞ്ഞല്ലോ പഠിപ്പിക്കാനുള്ള അധ്യാപകരോട് പറയുകയാണ് ഈ പാഠപുസ്തക ഗൈഡ് ബുക്ക് നിർമ്മാതാവ്, യു ഹാവ് ടു, ഇനി തർജ്ജമയുണ്ടാകുമ്പോ സമയം കൂടുതൽ പോകും, മലയാളത്തിലൊക്കെ പറഞ്ഞേക്കാം. നിങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പായി ഗ്രീസിന്റെ 4 element തിയറി, 4 ചതുർഭൂത സിദ്ധാന്തം കൂടി പഠിക്കണം. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ കുട്ടികളെ ഈ പാഠഭാഗം പഠിപ്പിക്കാൻ. എനിക്ക് ഒട്ടും മനസ്സിലായില്ല അത്. കാരണം പാഠഭാഗം ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വാസ്തുവിദ്യ തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം പഠിപ്പിക്കാനാണ്. അതിലെന്തിനാണ് ഗ്രീസിന്റെ ഈ 4 മൂലക സിദ്ധാന്തം അല്ലെങ്കിൽ ഭൂതസിദ്ധാന്തം? ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്, സൃഷ്ടി മുഴുവൻ ചില അടിസ്ഥാന ഭൂതങ്ങളുടെ, അടിസ്ഥാന എലമെന്റ്സിന്റെ ബലത്തിൽ, അതിന്റെ കോമ്പിനേഷൻസ്, അതിന്റെ പെർമ്യൂട്ടേഷൻസ്, അതനുസരിച്ചാണ് ഇതൊക്കെ രൂപപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പാശ്ചാത്യർക്ക് ഒരു സിദ്ധാന്തമുണ്ട്. അവർ പറയുന്നത് 4 ഭൂതങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് എന്നാണ്.
ഇത്രയൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ വാസ്തുവിദ്യയുമായിട്ട് അല്പം ബന്ധമുള്ളവർക്ക് ഞാൻ എവിടേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നതെന്ന് തികച്ചും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങള് 4 ഭൂതങ്ങളെ കുറിച്ച് 4 എലമെന്റ്സിനെ കുറിച്ച് സായിപ്പ് പറഞ്ഞത് നോക്കി പഠിക്കണം. കാരണം പാശ്ചാത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആധാരം അടിസ്ഥാനം ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ചിന്തകളാണ്. ഇരിക്കട്ടെ, അത് അവർക്ക് നല്ലത്. അവരെത്തിപ്പെട്ടത് 4 മൂലകങ്ങളിലേക്ക് അല്ലെങ്കിൽ 4 ഭൂതങ്ങളിലേക്കാണ്. 4 ഭൂമി, അതായത് പൃഥ്വി, ജലം അല്ലെങ്കിൽ അപ്പ്, അഗ്നി അല്ലെങ്കിൽ ഫയർ, അതിനപ്പുറത്ത് വായു. ഈ 4 ഭൂതങ്ങൾ മാത്രമേ അവർ കണ്ടെത്തിയിട്ടുള്ളൂ. ഒരു ഘട്ടത്തിൽ ഗ്രീക്ക് തത്വചിന്തയിൽ പ്ലേറ്റോയും മറ്റും രംഗപ്രവേശം ചെയ്യുമ്പോൾ അവരൊരു വളരെ അവ്യക്തമായ വിധത്തിൽ ഈതറിനെ കുറിച്ച്, നമ്മൾ ആകാശ തത്വം എന്ന് പറയുന്ന നമ്മുടെ പഞ്ചമ തത്വത്തെ കുറിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പരിപൂർണമായി തർക്കത്തിനിടയില്ലാത്തവണ്ണം ശാസ്ത്രശുദ്ധമായി സമർത്ഥിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവർ ഏറ്റവും ആശ്രയിക്കുന്നത് 4 ഭൂതങ്ങളാണ്. അവർ പറയുന്നത് ഈ 4 ഭൂതങ്ങൾ പൃഥ്വി, വായുരഗ്നി, ഭൂമി, ജലം, അഗ്നി, വായു, ഈ 4 ഭൂതങ്ങളാണ് അടിസ്ഥാന മൂലകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് വേണം കുട്ടികളെ വാസ്തുവിദ്യയുടെ ചരിത്രം പഠിപ്പിക്കാൻ. അപ്പൊ ഞാൻ ഓർത്തത്, ഭാരതത്തിൽ വികസിച്ച വാസ്തുവിദ്യ വേദങ്ങൾ മുതൽ, വേദങ്ങളിലും പുരാണേതിഹാസങ്ങളിലും ആഗമങ്ങളിലും ബൗദ്ധ ജൈന സിദ്ധാന്തങ്ങളിലുമൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു വസ്തുത, ഭാരതത്തിലെ വാസ്തുവിദ്യയുടെ അടിസ്ഥാന തത്വം പഞ്ചഭൂത സങ്കല്പമാണ്. പഞ്ചഭൂതങ്ങൾ, 5 ഭൂതങ്ങളെയും ഒരുപോലെ പൃഥ്വി, വായുരഗ്നി, ആകാശം, ഇതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് വാസ്തു നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഏതൊരു കാര്യം, അത് വാസ്തു നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആയുർവേദത്തിന്റെ കാര്യത്തിലും ഈ പഞ്ചഭൂതത്തെ നമ്മൾ വളരെയേറെ പരിഗണിച്ചിട്ടുള്ള ഒന്നാണ്. വളരെ സങ്കീർണമായ ശാസ്ത്ര തത്വങ്ങളൊന്നും നിങ്ങളുടെ മുന്നിൽ പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്ന, അത്രയ്ക്കൊന്നും അറിവൊട്ടില്ല താൻ. ഞാൻ കേവലം അതിന്റെ ആമുഖം മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എനിക്ക് സംശയം തോന്നി, ശരി, ഗ്രീക്കുകാരന്റെ 4 സിദ്ധാന്തം അവർ പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെങ്കിലും താരതമ്യ പഠനത്തിന് വേണ്ടി വെച്ചുകൊള്ളൂ, കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പാഠപുസ്തക നിർമ്മാതാക്കൾ ഭാരതത്തിന്റെ വാസ്തുവിദ്യയുടെ ആധാര തത്വമായ പഞ്ചഭൂത സിദ്ധാന്തം എന്ന ആത്മാഭിമാനത്തോടെ പറയാത്തത്? പോട്ടെ, ഒരു താരതമ്യം നടത്താത്തത്? കുട്ടികൾ ചിന്തിച്ചെത്തട്ടെ, അവർ ബുദ്ധിയുള്ള കുട്ടികളാണ്. ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം, ഏതാണ് സമഗ്രം, ഏതാണ് പരിപൂർണം എന്ന് അവർ ചിന്തിച്ചു കൊടുത്ത് അവരുടെ ബുദ്ധിക്ക് വിട്ടുകൊടുക്കൂ. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞ് 77 വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സമയത്തും എന്തിനാണ് ഈ നിന്ദ്യമായ പരിഹാസ്യമായ സായിപ്പിനെ കാണുമ്പോ കവാത്തു മറക്കുന്ന പാശ്ചാത്യന്റേതാണ്? നേരത്തെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞില്ലേ, പുരോഗമനം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യവൽക്കരണമാണ് എന്ന ചിന്ത എന്തിനിപ്പോഴും തോന്നുന്നു? എന്തിനാണ് മനസ്സിലിത് വെക്കുന്നത്? സ്വതന്ത്രരായില്ലേ നമ്മൾ? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരല്ലേ? അവരെ അത് പഠിപ്പിക്കും. അത് വായിച്ചിട്ട് നോക്കുമ്പോ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അതാണ് കൂടുതൽ വേദനിപ്പിച്ചത്. അതിലെന്താ പറയുന്നത്? ഇത് കൂടുതൽ കുട്ടികൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പനാമ കനാലിന്റെ നിർമ്മാണത്തെ കുറിച്ച് കുട്ടികളെ പഠിക്കണം. എന്ന് വെച്ചാൽ വാസ്തുവിദ്യാ മഹത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ ഉദാഹരണമാണ് വാസ്തു ശില്പ. അതായത് ഒരു കനാൽ നിർമ്മിച്ചു പാശ്ചാത്യൻ. ആ കനാൽ നിർമ്മാണത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തുടങ്ങുകയും 20ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തുടങ്ങുകയും 19ാം നൂറ്റാണ്ടിന്റെ അവസാനം തുടങ്ങുകയും 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യുകയും ചുരുങ്ങിയത് 5 രാഷ്ട്രങ്ങൾ ഇടപെട്ട് നോക്കി പരാജയപ്പെട്ട് പിന്നീട് പൂർണ്ണമാവുകയും ചെയ്ത പനാമ കനാൽ കൺസ്ട്രക്ഷൻ, നിർമ്മാണം മാത്രമാണ്, യാതൊരു തർക്കവുമില്ല. അതിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രതിഫലിക്കുന്നുണ്ട്, അതും നല്ലത്. എല്ലാവരും ചേർന്ന് നടത്തിയൊരു നിർമ്മാണ പ്രക്രിയ, അതും കേമം. പഠിച്ചുകൊള്ളട്ടെ.
പക്ഷെ എന്തിനാണ് അതിൽ ഒതുങ്ങാൻ കുട്ടികളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ പാഠ്യപുസ്തക നിർമ്മാതാക്കൾ ഇന്ന് വിശ്വകർമ്മ കലയുടെ പിന്മുറക്കാർ അനുഭവിക്കുന്ന കഷ്ടതയുടെ വേദനയുടെ കാരണത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. എവിടെയാണോ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ നിശേഷം പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അവിടെ അപമാനിച്ച് പുറന്തള്ളുകയും ആ സ്ഥാനത്തേക്ക് പാശ്ചാത്യന്റെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ തലയിൽ മസ്തിഷ്കത്തിൽ ഉറപ്പിക്കുന്ന ഏർപ്പാട്. കലാമകലാലിന്റെ നിർമ്മാണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഭാരതീയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് 1750 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉണ്ടായിട്ട് 100 വർഷമേ ആയിട്ടും 100 ചില വർഷമേ ആയിട്ടും 1750 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ തെക്കേ മുനമ്പിൽ തൃശ്ശിനാപ്പള്ളിയിൽ ചോള രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് കണക്കാക്കപ്പെടുന്ന ആദിചോള വംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായ കരികാല ചോളനാൽ നിർമ്മിക്കപ്പെട്ട കല്ലറയെ കുറിച്ച് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? നിങ്ങൾ ചിലരെങ്കിലും തൃശ്ശിനാപ്പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1850 വർഷം പഴക്കമുള്ള കല്ലറ കണ്ടിട്ടുണ്ടാവും. കല്ലറ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അണ. ഏതാണ്ട് 3/4 കിലോമീറ്ററോളം നീളവും 25-30 അടി വീതിയുമുള്ള മഹത്തരമായ ഒരു കൺസ്ട്രക്ഷനാണ്. എത്ര വർഷം? 1750 വർഷം മുമ്പ്. ആ കല്ലറ ഇന്നും നിലനിൽക്കുന്നു. 1850 വർഷങ്ങൾക്കിടയിൽ 1820-ലോ 21-ലോ ബ്രിട്ടീഷുകാരൻ അതിന്റെ ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ പൊക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴികെ വേറൊരു മെയിന്റനൻസും നടത്താതെ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയും ലക്ഷാവധി വരുന്ന ഏക്കർ വരുന്ന ഹെക്ടർ കൃഷിയിടങ്ങളിലേക്ക് ജലം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു വാസ്തു നിർമ്മാണം. അതിന് പഞ്ചഭൂത സങ്കല്പത്തെയും കാറ്റിന്റെ ഗതിയെയും ജലത്തിന്റെ ഒഴുക്കിനെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കല്ലറയെ കുറിച്ച് കുഞ്ഞുങ്ങളെ എന്നോട് പഠിപ്പിക്കുന്നില്ല. ആ കല്ലറയാകട്ടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാവേരി നദിയുടെ കുറുകെയാണ് പണിതിരിക്കുന്നത്. അത്യപൂർവമായി ലോകം കേട്ടിട്ടുള്ള ടെക്നിക്കാണ് അന്നത്തെ വാസ്തുവിദ്യാ വിദഗ്ധന്മാര് ഈ കല്ലറ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്നും സ്റ്റിൽ ഇൻടാക്ട്, അത് ശക്തമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉദാഹരണം നൽകാൻ തയ്യാറാവാത്തത്? ഞാൻ പറയുന്നു, ഇപ്പോഴും പാശ്ചാത്യന്റെ വിഴുപ്പ് മനസ്സിൽ പേറുന്നതിൽ അഭിമാനം കൊള്ളുന്നവർ അതിനെ അതേപോലെ നിലനിർത്തുകയാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സമൃദ്ധവും ശക്തവും ശാസ്ത്രയുക്തവും സൗന്ദര്യ ശാസ്ത്രപരമായി പരിപൂർണവും ഇസ്തെറ്റിക്കലി സൗന്ദര്യശാസ്ത്രപരമായി പരിപൂർണവുമായിരുന്ന ശാസ്ത്രയുക്തം എന്ന് ഞാൻ പറയാൻ കാരണം ആദ്യം സൂചിപ്പിച്ചതാണ്. നമ്മളൊരു നിർമ്മിതിയിൽ ഏർപ്പെടുമ്പോൾ ആ നിർമ്മിതി എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിർമ്മിക്കുന്ന ഒന്ന് എന്നതല്ല സ്ഥപതി കണക്കാക്കുന്നത്. ഞാൻ സ്ഥപതിക്ക് പണം കൊടുക്കുന്നുണ്ടാവാം, സ്ഥപതിക്കും സൂത്രഗ്രാഹിക്കും തക്ഷകനും വർദ്ധകിക്കും ഞാൻ കൂലി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അയാളത് നിർമ്മിക്കുന്നതിന് മുമ്പ് നാം ജീവിക്കുന്ന ഈ പൃഥ്വിയെ, ഭൂമിയെ, ആ ഭൂമി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ, അണ്ഡകടാഹത്തെ മൊത്തം മുന്നിൽ വെച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഏത് വസ്തുവിലാണ് നിർമ്മിക്കേണ്ടത്? ആ വസ്തുവിലെ ഊർജ പ്രവാഹത്തിന്റെ ഗതിയെ നിർണയിച്ചിട്ടാണ്. ഭൂമിയുടെ അടിയിലൂടെയും ഒഴുകുന്ന ജലത്തിന്റെ ഒഴുക്കിനെ കണക്കാക്കിക്കൊണ്ടാണ്. ആ മണ്ണിന്റെ ഗുണം, അതിന്റെ രുചി, അതിന്റെ നിറം, അതിന്റെ ശക്തി, ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ്. അതിനോടൊപ്പം കാറ്റിന്റെ ഗതി, സൂര്യപ്രകാശത്തിന്റെ വരവ്, ഇങ്ങനെ ഞാൻ ഇപ്പൊ വിശദീകരിച്ചതെല്ലാം ആ പഞ്ചഭൂതത്തെ ഉള്ളിൽ ഉള്ളടങ്ങുന്നതാണ്. പൃഥ്വി, മണ്ണിന്റെ രുചി എന്നാൽ ഇതിൽ വാസ്തുവിദ്യ അല്പമെങ്കിലും അഭ്യസിച്ചിട്ടുള്ളവർക്കറിയാം. നിർമ്മിക്കാൻ പോകുന്ന വാസ്തു അത് എവിടെയാണോ നിർമ്മിക്കേണ്ടത് ആ മണ്ണിന്റെ രുചി പോലും ഒരു സ്ഥപതി അളന്നെടുക്കുന്നു, ചിട്ടപ്പെടുത്തിയെടുക്കുന്നു. അതിന്റെ കട്ടി, നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ധ്വനി,
ഏത് അർത്ഥത്തിലുള്ള ധ്വനിയാണ് കാൽപാദം മണ്ണിൽ അമരുമ്പോ ഉണ്ടാകുന്നത്. ഈ ശാസ്ത്രമൊന്നും ഇന്നും പാശ്ചാത്യന് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇന്നും ഇതുണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത് എന്ന് മനസ്സിലാക്കുമ്പോ പുതിയ എഞ്ചിനീയറിംഗ് പാഠപുസ്തകങ്ങളിൽ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് ബുദ്ധിയുള്ള കുട്ടി ചോദിക്കും. അവനത് പഠിക്കാൻ അർഹതയുണ്ട്, പക്ഷെ അത് പഠിപ്പിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന വലിയൊരു അപകടം. നമുക്ക് മുന്നിൽ മാതൃക എന്താ? ഇപ്പോ ഭാരതത്തിലെ 7ാമത്തെ 8ാമത്തെ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉത്തരം തരും. ആഗ്രയിലുള്ള ഒരു ശ്മശാനം അല്ലെങ്കിൽ ഒരു ഖബർ, അതിന്റെ പേരാണ് താജ്മഹൽ എന്ന് പറയും. അത് സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും ഉദാഹരണമാണ് പോലും. ഡൽഹി വഴിക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ താജ്മഹൽ കണ്ടില്ലെങ്കിൽ എന്തൊരു അപകടമാണെന്നാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരിയായ നാണിത്തള്ള പറഞ്ഞതുപോലെ, മോസ്കോ എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ ടൂർ പോകുന്നവർക്കൊക്കെ താജ്മഹൽ കാണുക എന്ന് പറഞ്ഞത്. ഞാനും പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു തവണയെ പോകാൻ പറ്റിയിട്ടുള്ളൂ. 10 സെക്കൻഡിൽ കൂടുതൽ അതിനകത്ത് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അത് തന്നെയാണ്, അതൊരു ഖബറാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വൈബ്സ് താങ്ങാൻ പറ്റാതെ ഞാൻ പുറത്തിയാടി. അതിനെയാണ് ശില്പകലാ ചാതുരിയുടെ ഉദാഹരണമായി പറഞ്ഞ് ലോകാത്ഭുതമായി നമ്മൾ എണ്ണുന്നത്. എവിടേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാസ്തുവിദ്യയോടുള്ള അഭിമാനം വർദ്ധിക്കുന്നത്? എങ്ങോട്ടാണ് പോവുക? ഇതൊക്കെയാണ് ഉദാഹരണമെങ്കിൽ ഇതാണോ സത്യത്തിൽ ഉദാഹരണം? ഒന്ന് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ പോകും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകും. അവിടെ നിങ്ങൾക്ക് ശില്പം ശിലയിൽ വാർത്തെടുത്ത കവിത എന്താണ് എന്ന് കാണാൻ കഴിയും. കവിത എന്താണ്? കവിത രചിച്ചിരിക്കുകയാണ് ആ പൗരാണിക സ്ഥപതിമാർ, ശില്പികൾ, അവരുടെ സഹായികൾ പരമ്പരയായി നിർമ്മിച്ചത്. അവിടെ 7 തൂണുകൾ, 3 അധ്യായങ്ങളാണ് ശില്പ നിർമ്മാണത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഭാരതത്തിന്റെ ശില്പ നിർമ്മാണ വൈദഗ്ധ്യം മനസ്സിലാക്കണമെങ്കിൽ ശരിക്ക് ഇന്ന് പാശ്ചാത്യ നാട്ടിൽ പോയി അവരുടെ മ്യൂസിയങ്ങളിൽ പോയി നോക്കണം. ഇവിടുന്ന് കട്ടുകൊണ്ട് പോയ ശില്പങ്ങൾ ഇറ്റലിയിലൊക്കെ ആവശ്യം പോലെ കിട്ടാനുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും കടക്കുന്നില്ല. എങ്ങനെയാണ് ഭാരതത്തിൽ നിന്ന് ഇത്രയേറെ ശില്പങ്ങൾ, സുന്ദരങ്ങളായ ശില്പങ്ങൾ ഇറ്റലിയിലേക്ക് പോയത് എന്ന് അത് കച്ചവടം ചെയ്യുന്നവരോട് ചോദിച്ചാലേ മനസ്സിലാവും. ഇംഗ്ലണ്ടിലുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടാവും. പ്രധാനമന്ത്രി ഇടപെട്ടു, വിദേശകാര്യമന്ത്രി ഇടപെട്ടു, ഇന്ന സ്ഥലത്തെ നടരാജ വിഗ്രഹം തിരികെ വരുന്നു എന്ന്. ഇതെന്നും പണിതതാണ്. എന്നാണ് ഇത് പണിതത്? വിവിധ തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള വിഗ്രഹം നമുക്ക് പുത്തരിയൊന്നുമില്ല. പക്ഷേ പാശ്ചാത്യൻ ഇപ്പോഴും അതിന്റെ ആ ലോഹക്കൂട്ട് ഒരു വലിയ അത്ഭുതമാണ്. എങ്ങനെയാണ് ഇവർ ഈ പൗരാണിക കാലത്ത് ഈ ലോഹങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് ആ അലോയിലൂടെ ഇത്ര സുന്ദരമായ വിഗ്രഹം, പരിപൂർണതയുടെ വിഗ്രഹം, പരിപൂർണമായിട്ടുള്ള വിഗ്രഹം നിർമ്മിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സിങ്ക്, നിങ്ങൾക്ക് സിങ്ക് നാഗം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാം. ഈ സിങ്ക് നിർമ്മിക്കാൻ പാശ്ചാത്യ നാടുകളിൽ എങ്ങും സാധിക്കാതിരുന്നപ്പോ നമ്മുടെ നാട്ടിലെ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ കൊല്ലപ്പണിയിൽ ഏർപ്പെടുന്ന എന്ന് പറയാവുന്ന സാധാരണ കുലങ്ങളിൽ കുലധർമ്മമായി സിങ്ക് നിർമ്മിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇന്നിവിടെ പ്രാർത്ഥന പാടി കാളി മഹാകാളിയോട് നമ്മൾ പ്രാർത്ഥിച്ചു, കുലധർമ്മം ച പാലയമാം, എന്നെയും എന്റെ കുലത്തെയും എന്റെ കുലധർമ്മത്തെയും രക്ഷിക്കണമെന്ന്. നമ്മളൊക്കെ കുലധർമ്മം പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്നൊരു പക്ഷേ വിശ്വകർമ്മജന്മാരായ ആളുകൾ അവഗണന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുലധർമ്മ പാലനത്തിന് എന്തു വെല്ലുവിളിയെയും നേരിടാൻ. ശരിയാണ്, സർക്കാരിന്റെ സഹായം ആവശ്യമാണ്, വിദ്യാഭ്യാസത്തിലൂടെ അതിന് പരിവർത്തനം ഉണ്ടാക്കും. ഒപ്പം നമ്മുടെ തന്റെ ഇടവും അതിനൊരു വലിയ വിഷയമാണ്. ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്നത് തെലങ്കാനയുടെ തലസ്ഥാന നഗരിയായ ഭാഗ്യനഗർ എന്നാണ് ആ നഗരിക്ക് പണ്ട് പേരുണ്ടായിരുന്നത്. പിന്നെയാണത് ഹൈദരാബാദ് എന്നുള്ള പേര് കിട്ടിയത്. ആ ഭാഗ്യനഗറിൽ ഒരു ലോകബന്ധൻ എന്ന് പറയുന്ന 4 ദിവസത്തെ പരിപാടി നടത്തിയിട്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടുമുട്ടി ഒട്ടേറെ വാസ്തുവിദ്യ ശാസ്ത്രജ്ഞന്മാരെ, ഒട്ടേറെ ലോക നിർമ്മാതാക്കൾ, അഗരിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം, അഗരിയ വംശം,
അവര് മധ്യപ്രദേശിലെ ജബൽപൂരിന്റെ ഉൾവനങ്ങളിൽ നിന്ന് വന്നവരാണ്. അവിടങ്ങളിൽ ലഭ്യമാകുന്ന വിശേഷ വിധിയായിട്ടുള്ള ഫെറസ് കണ്ടന്റ് കൂടുതലുള്ള കല്ല്, ആ കല്ലും ചില അവർക്ക് മാത്രം, ആ കുലത്തിൽപ്പെട്ടവർക്ക് മാത്രം അറിയുന്ന ചില കൂട്ടുകൾ ഉപയോഗിച്ച് ഇപ്പോഴും അവരുണ്ടാക്കുന്നു. ഡമാസ്കസ് സ്റ്റീൽ എന്നോ വുഡ് സ്റ്റീൽ എന്നോ പറയുന്ന ഉന്നത നിലവാരമുള്ള ഉരുക്ക്. ഈ വുഡ് സ്റ്റീൽ എന്നാണ് പാശ്ചാത്യൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഉരുക്കിനെ പറയുന്നത്. അതിന്റെ കാരണം വുഡ്സ് എന്നുള്ളത് ഈ തെക്കൻ ഭാഗത്ത് ഉരുക്ക് എന്നാണല്ലോ നമ്മൾ സ്റ്റീലിന് പറയുക. ആ ഉരുക്ക് ലോപിച്ചാണ് വുഡ്സ് ആയത്. അത് വെച്ചാണ് ഒരു ഡമാസ്കസ് വാളൊക്കെ, ഈ ഖഡ്ഗമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡമാസ്കസ് സ്വോർഡ്, ഡമാസ്കസ് ബ്ലേഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും ആ കുലധർമ്മം പാലിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വ്യാപകത്വം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പൊ സിങ്കിന്റെ നിർമ്മാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. സിങ്ക് എന്തുകൊണ്ടാണ് ഈ പാശ്ചാത്യന്, ആധുനിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. 500 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലേക്ക് സിങ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതിനു വേണ്ടിയിട്ടുള്ള അയിരികൾ ഉരുക്കി കഴിഞ്ഞാൽ അത്ര എത്തുമ്പോഴേക്കും സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറി അപ്രത്യക്ഷമാവും. എനിക്ക് പിടികിട്ടില്ല. പക്ഷെ ഭാരതത്തിന്റെ പൂർവിക ശാസ്ത്രജ്ഞന്മാർ റിവേഴ്സ് ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴിക്ക് 500 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് ഇത് വാതകമായി മാറുന്ന നിമിഷത്തിൽ അതിനെ തലനീക്കാമ്പാട് വെച്ചിട്ടുള്ള ഒരു ഡിസ്റ്റിലേഷൻ പൈപ്പിലേക്ക് പിടിക്കുകയും അതിനെ ആകർഷിച്ചെടുക്കുകയും അതുവഴി അതിനെ ഡിസ്റ്റിൽ ചെയ്ത് സിങ്കായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന അത്യത്ഭുതകരമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് സിങ്ക് ഭാരതത്തിൽ ഉണ്ടായിരുന്നു, നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ലോഹ നിർമ്മാണ വൈദഗ്ധ്യം അതും വാസ്തുവിദ്യക്കുള്ളിൽ തന്നെ വരുന്നതാണ്. അതും നമ്മളെ പഠിപ്പിച്ചത് വിശ്വകർമാവ് തന്നെയാണ്. അതും ഇനിയും നിലനിർന്ന് വളർന്നു വന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഭാരതത്തിന്റെ വൈഭവം സാധ്യമാകൂ. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വൈഭവത്തിലേക്ക് പോകാം. ഒരു പക്ഷേ പാശ്ചാത്യന്റെ വഴിയിൽ പോയാൽ നമ്മൾ ഇന്ത്യയായി ഡെവലപ്പ് ചെയ്തേക്കാം. പക്ഷേ ഭാരതമായി വികസിക്കണം എങ്കിൽ അതിന് നമ്മുടെ പ്രാചീന പൗരാണിക വിദ്യകളെ മുഴുവൻ തന്നെ അതിന് എന്ത് ഗൗരവമാണോ, എന്ത് അഭിമാനമാണോ, എന്ത് ആദരവാണോ കൊടുക്കേണ്ടത് അതനുസരിച്ച് പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു. അനേകം പുരാണങ്ങളിൽ ഈ വക വീരങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്, ആഗമങ്ങളിൽ വർണ്ണനകളുണ്ട്. ഈ